1, 2, 3, 4, 5, 6 ലെവലുണ്ട് ഇതിന്. അപ്പോൾ ഈ എയർ പോവാത്തോടത്തും കാലം ഈ ടൈല് ഭാവിയിൽ നിങ്ങൾക്ക് പ്രഷർ വന്നിട്ട് ട്രവൽ ഉപയോഗിച്ചു, നമ്മൾ ഒട്ടിച്ചു, ഹാമർ അടിച്ചു, പക്ഷെ അന്നേരം പോയില്ല. വീണ്ടും വിഷയം വരാണ്. ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റണില്ല ഞങ്ങൾക്ക്. നമസ്കാരം, സുരഭി ഫ്രീ ഫ്ലോറിംഗ് സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് നമ്മൾ ഒരു കാര്യമുണ്ട്, ഇനി ഗമ്മിൽ, അതായത് നമ്മൾ പശയിൽ ടൈൽ ഒട്ടിച്ചാലും വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഒട്ടിക്കുന്ന രീതിയിൽ ഒട്ടിച്ചില്ലെങ്കിൽ എങ്ങനെ ഒട്ടിക്കണം, എങ്ങനെ പശയും ടൈൽ നമ്മൾ ബോണ്ടിങ് ചെയ്യുന്നുള്ള മെത്തേഡാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ വിഷ്ണുഭായി, ഓക്കെ വിഷ്ണുഭായി, ഈ ടൈൽ ഒട്ടി ഗമ്മിൽ ടൈൽ ഒട്ടിച്ചിട്ട് വിട്ടുപോയ കേസല്ലേ, അതെന്തുകൊണ്ടാണ് വിട്ടുപോണേ? ഗമ്മില് ടൈൽ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം നമ്മൾ. അതായത് കോലരി കൊണ്ട് പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിച്ചിട്ട് ടൈൽ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ എയർ ഗ്യാപ്പുകളുണ്ട്. എയർ ഗ്യാപ്പ് പ്രഷർ കിട്ടും, ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പൊ നമ്മൾ ബാക്ക് ബട്ടർ ചെയ്ത് ട്രാവൽ കറക്റ്റ് ആയിട്ട് ലൈനിൽ, അത് വട്ടണം നീളമൊന്നും ചെയ്യാതെ ലൈനിൽ തന്നെ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ടൈൽ ചെയ്യേണ്ടത്. വെരി ഗുഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ വിഷ്ണുഭായി, വൈബ്രേറ്റർ എന്ന് പറഞ്ഞ മെഷീനൊക്കെ ഉണ്ടല്ലോ, ആ മെഷീൻ കൊണ്ട് എന്താണ് ഉപകാരം? വൈബ്രേറ്റർ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലൂ നമുക്ക് പേസ്റ്റിനെ കറക്റ്റ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്ത് ഈക്വൽ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിർബന്ധമല്ലേ ഇനി മുതൽ ടൈൽ വിരിക്കുന്നതിന്? തീർച്ചയായിട്ടും. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടൈലുകളാണ്. അപ്പൊ നമ്മള് ഈ ചിറ്റി കൊണ്ടൊക്കെ രണ്ടപ്പുറത്തപ്പുറത്ത് ഓരോ അടി അടിച്ച് ടൈല് സെറ്റിങ്സ് വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ബിഗ് ടൈലായി. ഈ ടൈലിന്റെ ഇവിടെ ഒരു അടി അടിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ടൈലായി, കാരണം ഈ ഭാഗത്ത് മാത്രമായിരിക്കും താഴെ. ഫ്ലെക്സിബിൾ ആണ് ടൈല്. അപ്പൊ ഇവിടെ അടിക്കുമ്പോൾ പ്രഷർ വരുമ്പോൾ ഇവിടെ മാത്രമേ താഴുള്ളൂ. അപ്പൊ ഈ ഭാഗത്ത് താഴില്ല. അപ്പൊ നമ്മളൊരു ടൈലിലോ കൂടി 5-6 അടി അടിക്കുമ്പോൾ ആ അടിച്ചോടത്ത് മാത്രമായിരിക്കും താഴെ, ബാക്കിയുള്ളടത്തൊക്കെ ഗം അതുപോലെ നിൽക്കുന്നതിനുള്ളിലായിരുന്നു. ഇത് കേട്ടോ, ഇതിപ്പോ നമുക്ക് പൊട്ടിക്കാം. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ റൂബി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഈ റൂബി എന്ന് പറഞ്ഞ കമ്പനി എവിടുത്തെ ഇറ്റലിയിലെ കമ്പനിയാണ്, ഇറ്റലിയിലെ സാധനമാണ്. ഇത് വെച്ച് നമ്മൾ ചെയ്യണം, എന്നാൽ നമ്മൾ കുറച്ച് ക്ലാരിറ്റി ഇതാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഈ കേട്ടോ, നിങ്ങൾ ഈ നമ്മളൊരു ബ്ലേഡ് വാങ്ങിച്ചാൽ പോരാ. ഞാൻ പല എപ്പിസോഡിൽ ഇത് ചെറിയതാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗമ്മ്, അതായത് ഈ പ്ലൈവുഡും കൊട്ടിക്കാൻ ചെറിയ ഗ്ലൂ ചെയ്യാനുള്ള പോർഷനാണ്, ചെറിയ ഗ്ലൂ വർക്ക് ചെയ്യാൻ വേണ്ടി. അതായത് 8 mm ടൈലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 8 mm ട്രവലായിരിക്കണം ഉപയോഗിക്കുന്നത്. ഈ നോച്ച് ഉണ്ടല്ലോ, ഈ നോച്ച് 8 mm ആയിരിക്കണം. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലിയ ടൈലുകൾ ഓക്കെ. ഇത് 12 mm. ഇതെല്ലാം നമുക്ക് റൂബിയുടെ ഈ മെഷീൻ, ഇതിനൊക്കെ നമുക്ക് ഭയങ്കര എക്കണോമിക് പ്രൈസ് ഉള്ളൂ. 350 രൂപ റേറ്റിന് നമുക്ക് ഈ സാധനം മാർക്കറ്റിൽ കിട്ടും. റൂബിയുടെ ഒറിജിനൽ ഇറ്റലിയുടെ. ഇത് ലോക്കൽ കമ്പനികളുടെ വരുന്നുണ്ട്. കണ്ട, ഇതൊക്കെ 100 രൂപയാണ് വില, പക്ഷേ ക്വാളിറ്റി ഇല്ല. ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈലൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇത് വലിക്കുമ്പോൾ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമുക്കിത് ഓൺ ചെയ്യാം. നമുക്ക് ഹെവി വേണമെങ്കിൽ ഏറ്റവും ഹെവിയിലിടാം. അടാ, ഹെവി വേണമെങ്കിൽ ഹെവിയിലിടാം. അവിടെ കുറവാണ്, കൂടുതലാണ്, ഫോറാണ്. അടാ 1, 2, 3, 4, 5, 6 ലെവലുണ്ട് ഇതിന്. ഇപ്പം നമുക്ക് ടൈല് എടുക്കാനും ഇത് സക്ക് ചെയ്തെടുക്കാം, സക്ക് ചെയ്തെടുക്കാനും പറ്റും. കണ്ടോ, ഈ പേപ്പറിന് 5000 മുതൽ 8000 രൂപയുണ്ട്. ഇത് വില കൂടിയത് 8000 രൂപയാണ്. ഇതിന് നമുക്ക് 2 ചാർജർ എക്സ്ട്രാ ഉണ്ട്. ഇത് 2 പർപ്പസ് ഉണ്ട്. ഹെവി ഡ്യൂട്ടി വെയിറ്റ് ആണ്. ഇത് ഏത് സൈസ് ടൈലിനും ഉപയോഗിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് ബുക്ക് ചെയ്യണം, 10 ദിവസം വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താലും നമുക്ക് ഈ സാധനം തരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് അതിലേക്ക് ഇറക്കാം. പണ്ട് നമ്മൾ സിമെൻറ്റിലാണ് നമ്മൾ ടൈൽ ഒട്ടിച്ചിരുന്നത്. അപ്പോൾ ടൈല് നമ്മൾ സിമെൻറ്റിൽ ഒട്ടിക്കുമ്പോൾ സിമെൻറ്റിൻ്റെ ടൈലും സിമെൻറ്റും തമ്മിലുള്ള ബോണ്ടിങ്ങും അതെങ്ങനെ വരുന്നത് നമ്മൾ ഗ്ലാസ്സിൽ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ സിമെൻറ്റ് മിക്സ് ചെയ്യണേ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പശി മിക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് അതിൽ ചെയ്ത് കാണിച്ചു തരും, പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി. അത് കഴിഞ്ഞ് ഇപ്പോൾ ചെയ്യുന്ന രീതികളും എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ പ്രാവശ്യം ഒന്ന് സിമെൻറ്റ് കുറച്ചെടുത്തിട്ടുണ്ട്, കറിയല്ല. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് പശയായിട്ട് എടുത്ത് വൈറ്റ് പശ കളറാണ്. കാരണം വൈറ്റിലെടുക്കുമ്പോൾ നമുക്ക് ഈ പ്ലൈവുഡും തിരിഞ്ഞ് നിൽക്കുമ്പോൾ ക്ലാരിറ്റി മനസ്സിലാകാൻ വേണ്ടി, അതിൻ്റെ പ്രോസസ്സിങ് മനസ്സിലാകാൻ വേണ്ടി വൈറ്റ് പശ എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് പശയുടെ തീമനുസരിച്ച് 2.5 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളമാണ്. ശ്രദ്ധിക്കുക, വെള്ളം കൂടിപ്പോയിട്ട് ലാസ്റ്റ് കുഴഞ്ഞ് പരിവായി കഴിഞ്ഞാൽ ടൈല് പിടിക്കില്ല. വെള്ളം കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. വെള്ളം കുറഞ്ഞാലും കൂടിയാലും വെള്ളം ഒഴിച്ച് ടൈറ്റ് ആക്കണത് പ്രാവർത്തികമല്ല. പൊട്ടിക്കേ. ഇനി 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അടിക്കണമെന്നാണ് പറഞ്ഞത്. 2 മിനിറ്റ് കഴിഞ്ഞു നമ്മൾ അടിക്കാണ്. കൈ കൊണ്ടൊന്നും ഇളക്കൽ പ്രാക്ടിക്കലല്ല, കൈ കൊണ്ടൊന്നും ഇളക്കാൻ പാടില്ല, നിൽക്കില്ല കേട്ടോ.
പണ്ടത്തെ കാലത്താണ് കൈ കൊണ്ട് കളക്കുന്നത്, അത് നടക്കില്ല, മിക്സിയിൽ തന്നെ വേണം. നമ്മൾ പഴയ മെത്തേഡ് കാണിച്ചതാണ്. നമ്മൾ പ്ലൈവുഡിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ സിമെൻറ്റും കളറൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയാണ് പ്ലൈവുഡ് ഇട്ടിരിക്കുന്നത്. പ്ലൈവുഡിൽ ചെയ്യുന്നത് അതിന് വേണ്ടിയാണ്, തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും പ്ലൈവുഡ് അല്ല, സിമെൻറ്റിലാണ് നമ്മൾ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. പക്ഷേ സിമെൻറ്റ് ചെയ്യുമ്പോൾ സെയിം കളറായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല തറയിൽ ചെയ്യുമ്പോൾ, അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇട്. നമുക്ക് പ്ലൈവുഡിൽ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യുന്ന പണ്ട് നമ്മൾ 2x2 ഒക്കെ ടൈലിൻ്റെ ബാക്കിൽ വാളൊക്കെ ഒട്ടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് ചാന്ത് തേച്ചിരുന്നത്. ഇത് 2x2 ഗ്ലാസ് ആണ്. അത് നമുക്ക് ടൈല് ഇതിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈലിൽ ചെയ്യേണ്ട ഗ്ലാസ്സിൽ ചെയ്യണം. അത് ഈ വാളിലൊക്കെ നമ്മൾ പിടിക്കുന്നുണ്ടോ ഗമ്മന്റെ എയർ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടോ, ട്രാവല് ചെയ്യാണ്ട് വെക്കുമ്പോൾ ട്രാവലിൽ സിമെന്റ് ചെയ്താലും കണ്ട ഇത് എയർ, ഇതൊക്കെ എയറാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എല്ലാവരും ചെയ്ത് കണ്ട എയർ കയറിക്കണ്ട, ഇതൊക്കെ എയർ. പണ്ട് കാലത്ത് ചെയ്തുകൊണ്ട് ചിറ്റി കൊണ്ട് സാധാരണ പണ്ട് പ്ലാസ്റ്റിക് റബ്ബർ ഹാമറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഇതുപോലെ ചിറ്റിക്ക് ഇങ്ങനെയാണ് അടിക്കാറ്. ഇങ്ങനെ അടിക്കുമ്പോഴും ഈ നിൽക്കുന്ന എയർ കണ്ടോ, ഇങ്ങനെ ഇടിച്ചു വന്നാലും ഈ നിൽക്കുന്ന എയർ ഫില്ലാവില്ല. ഇത് എയറിന് പോകാൻ പറ്റില്ല, ഈ എയറിനെ എവിടേക്കും പോകാനും പറ്റില്ല. സാധനം ഇങ്ങനെയായിരിക്കും നിൽക്കുക ഫുൾ ഫിനിഷ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ എയർ പോകാത്തോടത്തും കാലം ഈ ടൈല് ഭാവിയിൽ നിങ്ങൾക്ക് പ്രഷർ വന്നിട്ട് ഇപ്പം നിങ്ങൾ ടൈൽമ പറ്റി ഒട്ടിച്ചാലും അവിടെ അതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവും. സിമെൻറ്റുമ്പോൾ ഇപ്പോൾ ടൈൽമ തേച്ചിട്ടാണ് ഒട്ടിക്കണമെങ്കിൽ അവിടെ എയർ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഒരു ടൈലിൻ്റെ അവസ്ഥയാണ്, സിമെൻറ്റ് ആയാലും എയർ ഉണ്ടാവും. എയർ പുറത്തേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ, ഈ ടൈൽ വിട്ടുപോകും. ഇപ്പോൾ നമ്മൾ ഈ വൈറ്റ് കളറാണ് പശ വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സിമെൻറ്റാണ്. എയർ ഇപ്പോൾ വലിയ ടൈൽ എടുക്കുകയാണ്, ഏറ്റവും കുറവ് പോർഷൻ അവിടേക്കായിരിക്കണം ട്രവൽ പഠിക്കേണ്ടത്. കാരണം പെട്ടെന്ന് എയർ പുറത്തേക്ക് പോകാനുള്ള രീതിയിലായിരിക്കണം ടൈൽ വേണം. അല്ല ഇത് യെസ് കണ്ട, ഇതിൻ്റെ ഗ്യാപ്പുകളെല്ലാം നോക്കൂ, കൃത്യമായ ഗ്യാപ്പ്. നമ്മൾ ടൈല് ഒട്ടിക്കുന്ന സമയത്ത് ഇത് നമ്മൾ മടങ്ങി വരുമ്പോൾ എയർ പുറത്തേക്ക് പോകാനുള്ള വഴി, എയർ ബ്ലോക്കായി കിടക്കില്ല. ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ സിമെൻറ്റിൽ ചെയ്യരുത്, സിമെൻറ്റിൽ ഒട്ടിക്കരുത്, സിമെൻറ്റിൽ ചെയ്യരുത്. എയർ കയറിയ ടൈൽ വിട്ടുവരും ഭാവിയിൽ. ഇപ്പോൾ നോക്കി ഗ്ലാസ് ഒട്ടിക്കുന്ന നോക്കി ഇവിടെ. ഇത് സാധാരണ നമ്മൾ ബാക്ക് ബട്ടർ ചെയ്യാറുണ്ട്, ഇത് ഗ്ലാസ് ആയാൽ നമ്മൾ ബാക്ക് ബട്ടർ ചെയ്താൽ നിങ്ങൾക്ക് കാണില്ല. അത് നമ്മൾ ടൈലിൽ കാണിച്ചു തരാം ലാസ്റ്റ്. അതെ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിലാണ് നമ്മുടെ അടുത്ത പ്രശ്നം, ഹാമർ വെച്ചടിക്കാണ്. ഹാമർ വെച്ചടിക്കുമ്പോൾ കണ്ട, ഹാമർ വെച്ച് ചെയ്താലും എയർ പുറത്തേക്ക് പോകില്ല. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ എയർ കിടക്കുന്നു. കണ്ട, ഹാമർ വെച്ചിട്ട് ചെയ്താലും. ഇപ്പോൾ നമ്മൾ ഇത് സാധാ മെത്തേഡാണ്. വീണ്ടും നമ്മൾ പശയിൽ ഒട്ടിച്ചു, നമ്മൾ ഈ ട്രവൽ ഉപയോഗിച്ചു, പശയിൽ ഒട്ടിച്ചു, ട്രവൽ ഉപയോഗിച്ചു, നമ്മൾ ഒട്ടിച്ചു, ഹാമർ ഇടിച്ചു. പക്ഷെ അന്നേരം പോയില്ല, വീണ്ടും വിഷയം വരാണ്. അപ്പോൾ ഇത് രണ്ട് ചെയ്തിട്ട് ടൈല് നിന്നില്ല എന്ന് പറയുന്ന കസ്റ്റമർ. ഇതിൻ്റെ ഉള്ളിൽ എയർ നിന്നാലത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അടിയിൽ നിന്ന് വരുന്ന പ്രഷറുകൾ വരുമ്പോൾ ഈ എയർ ഓൾറെഡി ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എയറിന് മർദ്ദം കൂടിയിട്ട് ഈ സാധനം പൊന്തണം നിർബന്ധമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എയർ ഉണ്ടാവരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മർദ്ദം കൂടി ഇത് പൊന്തണ സമയത്താണ് ഒന്നിന് ടൈല് ക്രാക്ക് ആവാനോ അല്ലെങ്കിൽ പൊള്ളപ്പ് വരാനോ സാധ്യത വിട്ടുപോകാനോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടൈല്. അല്ല വിഷ്ണു, നമ്മൾ ടൈൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ആർക്കും പൊളിച്ചു നോക്കാൻ പറ്റില്ല, ഒട്ടിയല്ലോ. നമ്മൾ ടെസ്റ്റ് അടിച്ച് നിങ്ങളെ കാണിക്കാണ്. ആർക്ക് വേണ്ടിയാ? ഈ കേരള ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ ടൈല് നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ മെഷീൻ അടിച്ചപ്പോൾ 1-2 ഡോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഇതിൻ്റെ ബാക്കിലൂടെയും നമ്മൾ ടൈല് താഴെ മാത്രം വെച്ചു, ടൈലിൻ്റെ ബാക്കിൽ ചെയ്യണം. അപ്പോൾ ഞങ്ങളൊരു ഒറിജിനൽ ടൈല് ഒട്ടിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം. ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കുറവുള്ള പോർഷനിലേക്ക് വലിക്കണം കേട്ടോ. വലിയ 8ക്ക് നല്ലതാണെങ്കിൽ 4 അടിയിലേക്ക് പോർഷൻ, ആ എയർ പെട്ടെന്ന് പോകാൻ വേണ്ടിയാണ്. ഈ ടൈലുമേ ചിറ്റി കൊണ്ട് ദൈവത്തോർത്ത് ഇതിൻ്റെ ഡിജിറ്റലുമേ ചിറ്റി കൊണ്ട് ഇടിക്കരുത്. ഇടിച്ചു കഴിഞ്ഞാൽ ഇത് സ്ക്രാച്ചസ് വീഴും ചെറുതായിട്ട്. ഇതൊരു പേപ്പർ കാനുള്ളൂ. ഇതിൻ്റെ ബാക്കിൽ ബട്ടർ ചെയ്യാൻ, ഈ ടൈലിൻ്റെ ബാക്കിൽ ബട്ടർ ചെയ്യാൻ വേണം. ബട്ടർ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇതുമാതിരി തന്നെ പച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി.
രണ്ട് പ്രയോജനമുണ്ട്. ടൈല് ഡാമേജ് ആവില്ല, ടൈലിൽ സ്ക്രാച്ചസ് വീഴില്ല. ഈ കാണുന്ന 4 മോഡൽ ടൈൽ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ 4 മോഡൽ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള ഒട്ടിക്കുന്ന പവർ, അത് എന്തോരം ബോണ്ടിങ് ആയിട്ടുണ്ട്, എത്ര വരെ പിടിക്കും, എന്തൊക്കെയാണ് അപകടങ്ങൾ ഇരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ആണോ കേട്ടോ, എയറുകൾ കയറണ, എയർ കയറി. ഇപ്പോൾ ഇത് കുറേ കുറഞ്ഞു. കാരണം വെച്ചാൽ നമ്മൾ അവിടെയൊക്കെ വൈബ്രേറ്റ് അടിച്ചപ്പോൾ ചെറിയ വൈബ്രേഷൻ കിട്ടിയതുകൊണ്ട് കുറേയൊക്കെ മാറി. പക്ഷെ എന്നാലും നമ്മൾ സിമെൻറ്റ് ഒരിക്കലും, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാവും, സിമെൻറ്റ് ബേസ് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ സിമെൻറ്റ് ഒട്ടില്ല. പച്ചകൾക്ക് ക്യൂറിങ്ങിൻ്റെ ആവശ്യമില്ല, വെള്ളം വേണ്ട, ഇതിന് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ടൈൽ ഒട്ടിച്ച് അങ്ങനെ വെള്ളം ഒഴിക്കും. നമുക്കൊരു എക്സാമ്പിൾ, ഇവിടെ കുറച്ച് ടൈലിൽ വെള്ളം ഒഴിക്കാം. ഈ ടൈൽ വിരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ജോയിൻറ്റ് ഇല്ലാതെ സ്പേസറൊന്നും ഇട്ടില്ല. അപ്പോൾ ഇവിടെ സിമെൻറ്റിൽ വിരിച്ചെങ്കിൽ ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഈ വെള്ളം ഒഴിച്ച് എവിടേക്ക് വെള്ളം ഇറങ്ങും? ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ സിമെൻറ്റിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചാൽ ടൈൽ നിൽക്കുകയില്ല. സിമെൻറ്റിന് വെള്ളം ആവശ്യമുണ്ട് പിടിക്കണമെങ്കിൽ. അപ്പോൾ ഈ പശകൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വിത്തൗട്ട് വെള്ളത്തിലാണ് അത് സെറ്റ് ആവണത്. പിന്നെ വൈബ്രേറ്റർ മോൾഡും കൊടുത്താലാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആവണേ. അപ്പോൾ നിങ്ങൾ എന്തായാലും വൈബ്രേറ്റർ മോളും ഇത് ചെയ്യണം. ഒരിക്കലും വെള്ളം ഒഴിച്ച് നമുക്ക് സെറ്റാവില്ല. അതിപ്പോൾ പണ്ട് മാർബിളോ ഗ്രാനൈറ്റൊക്കെ നിന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്ന ഗ്രാനൈറ്റോ മാർബിളോ നിൽക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇറ്റാലിയൻ മാർബിൾ ചെയ്തിട്ട് അതുമേ സൗണ്ട് ഉണ്ട് നടന്നപ്പോൾ, അത് പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ വെള്ളം കുടിക്കാത്ത ഐറ്റങ്ങളിൽ പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് ടൈലാണ്. ഇതാണ് വിട്ട് പോലെ കാണാം. ഇതന്നെ ഇപ്പോൾ ഗ്ലാസ്സിൽ പൊട്ടിപ്പോവും. നമ്മൾ ഒട്ടിച്ചിട്ട് 10 മിനിറ്റ് ആയില്ല, നോക്ക്. വൈബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ വിഷയങ്ങളുണ്ടോ? പണ്ട് കാലത്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കേട്ടോ, വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് എടുക്കാൻ പറ്റണില്ല. ഞങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഗ്ലാസ്. കണ്ടാ, റിസ്ക് ഭയങ്കര ഹെവി പ്രശ്നമാണ്. കണ്ടാ, ഫുള്ള് ചിന്നിൽ വീഴും. കണ്ടാ, വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ആ സാധനം കണ്ട അവിടെ മോൾ സെറ്റ് ഉണ്ടായില്ല. കണ്ടാ, ഇപ്പോൾ ഗ്ലാസ് ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. കേട്ടോ, 10 മിനിറ്റ് പോലും ആയിട്ടില്ല. നിങ്ങൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചെയ്യണ്ട. കണ്ടാ, കണ്ടാ, ഗ്ലാസ് പൊട്ടിയില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് സെൻറ്ററിൽ നിന്ന് പൊളിഞ്ഞു വരാണ്. കണ്ട, ഇവിടെ ഒന്നും ഇത് സെൻറ്ററിൽ നിന്ന് പൊളിഞ്ഞു വന്നാൽ ശരിക്കും അതുമേന്ന് ബോണ്ട് വിട്ടിട്ടില്ല. ടൈലുമ്പോൾ പിടിച്ചിക്കാണ്. ഗ്ലാസ് ആയാലും പിടിക്കും, ഗ്യാരണ്ടി. പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മളിത് ചെയ്തെങ്കിലും ആമർ വെച്ച് അടിച്ചാൽ ശരിയാവില്ല. സിമെൻറ്റ് ഒരിക്കലും പിടിക്കില്ല. സിമെൻറ്റ് ഒരു പശയല്ല, തേക്കാനുള്ള പ്രൊഡക്റ്റാണ്. വീടിൻ്റെ ഭിത്തി അത് ഒട്ടിച്ചാൽ വിവരറിയും നമ്മൾ. കേട്ടാ, ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? പെർഫെക്റ്റ്. വിഷു എങ്ങനെയുണ്ട്? നമ്മുടെ ഈ 4 പരിപാടി നമ്മൾ കാണിച്ചു കൊടുത്തത് എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനമില്ലേ? പിന്നെ തീർച്ചയായിട്ടും പല ക്ലയൻസിനും ഭയങ്കര ഡൗട്ടാണ്, എന്തിനാണ് ഗം ഉപയോഗിക്കുന്നത്, ഗം ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ വീഡിയോ കൊണ്ട് ഒരുവിധം 90% ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വിചാരിക്കുന്നത്. ഇതിൽ ഓരോ ആവശ്യകതയും അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം. അപ്പൊ സാറിന്റെ അവതരണത്തിലെല്ലാം കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട്ടുകാർക്ക് ഇത് 10 രൂപയ്ക്ക് വിരിക്കണമെന്നും വർക്കേഴ്സിന് 30 രൂപ ഇടുന്നു. ഈ അന്തരം കുറയ്ക്കണമെങ്കിൽ നല്ല വർക്കേഴ്സ്, നല്ല മെഷീനറി, നല്ല ടൂൾസുകൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെയുള്ള ടൂൾസ് ഇടുക, നിങ്ങളുടെ നമ്പർ ഇടുക, നിങ്ങളുടെ സ്ഥലം ഇടുക. നിങ്ങൾക്ക് ഇത് കസ്റ്റമർ കണ്ട് നിങ്ങൾ ഫോൺ ചെയ്യും, നിങ്ങൾക്ക് വർക്ക് കിട്ടും. അതിനൊറ്റ എക്സാമ്പിളാണ് വിഷ്ണുഭായി. വിഷ്ണുഭായിയുടെ എല്ലാ യൂട്യൂബിലും നമ്മുടെ വരുന്ന യൂട്യൂബുകളിലും കമൻറ്റ് ഇടും. വിഷ്ണുഭായിക്ക് യൂട്യൂബുണ്ട്, ഞങ്ങളുടെ കമൻറ്റ് ഇടും. അത് കണ്ട് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് വിഷ്ണുഭായിനെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടും. വർക്കേഴ്സിന് നല്ല റേറ്റ് കിട്ടണമെങ്കിൽ നല്ല വർക്ക് ചെയ്ത് കൊടുക്കണം. നല്ല വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിനുള്ള ടൂൾസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. എന്നാലും നിങ്ങൾക്ക് നല്ല വർക്കുകൾ ചെയ്യണം. നമ്മളിവിടെ ചെയ്യുന്നത് എല്ലാം റൂബി മെഷീനുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കണ്ട് നമുക്ക് എന്തായാലും മാറ്റം വിധിയാനാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് മറുപടികൾ കിട്ടും. രണ്ടാമത്തെ, നിങ്ങൾക്ക് ആരെങ്കിലും എന്നെ നേരിട്ട് സംശയങ്ങൾ തീർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വിളിച്ച് ടൈം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. ആരെങ്കിലും വീഡിയോ പണി നോക്കുന്നു, ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിനേക്കാളും നല്ല പരിപാടിയായിട്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നു പ്രതീക്ഷ. നന്ദി, നമസ്കാരം. വിഷ്ണു, താങ്ക് യു.